ഹലോ ഗായ്സ്, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുള്ളി റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ചെരുപ്പൂരി അടിക്കാൻ പോയി. പ്രശസ്ത സംവിധായകനെതിരെ വെളിപ്പെടുത്തലുമായി നടി ഉഷാ ഹസീന. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി താരങ്ങളാണ് തങ്ങൾക്ക് നേരിട്ടുള്ള ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി കൊണ്ടിരിക്കുന്നത്. തനിക്കും അത്തരത്തിൽ സിനിമയിൽ നിന്ന് ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി ഉഷാ ഹസീന. സംവിധായകനിൽ നിന്നാണ് ദുരനുഭവം ഉണ്ടായെന്ന് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞെന്ന് ഉഷ പറഞ്ഞു. ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്, ഞാൻ അപ്പോൾ തന്നെ പ്രതികരിച്ചിട്ടുമുണ്ട്. ഞാൻ സിനിമയിൽ വന്ന സമയത്താണ് ഒരു സംവിധായകൻ ആ സംവിധായകൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ തന്നെ അയാൾ ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ കേട്ടു. പിന്നെ വാപ്പ കൂടെയുള്ള ധൈര്യമായിരുന്നു. ഈ സംവിധായകൻ്റെ ചില രീതികളുണ്ട്. അഭിനയിക്കാൻ ചെല്ലുന്ന നടിമാർക്ക് ആദ്യം ഭയങ്കര സ്വാതന്ത്ര്യം തരും. അവർക്കിഷ്ടമുള്ള ഡ്രസ്സ് കൊടുക്കും, വയ്ക്കണോ വെച്ചോളൂ, അങ്ങനെ ഭയങ്കര സ്നേഹമാണ്. പക്ഷെ പിന്നീട് പുള്ളി റൂമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടു. ഞാൻ എൻ്റെ ഫാദറിനെയും കൊണ്ടാണ് ചെന്നത്. അദ്ദേഹം മരിച്ചുപോയി, പറയുന്നതുകൊണ്ട് അർത്ഥമില്ല. ഞാൻ അന്ന് തന്നെ പ്രതികരിച്ചു. പിന്നെ സെറ്റിൽ വരുമ്പോൾ ഈ വ്യക്തി വളരെ മോശമായി പെരുമാറും, നന്നായി അഭിനയിച്ചാലും മോശമാണെന്ന് പറയും, നമ്മളെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യും. അങ്ങനെ വന്നപ്പോൾ ഞാൻ പ്രതികരിച്ചു, ചെരുപ്പുരി അടിക്കാൻ പോയി. അന്ന് മീഡിയ ഒന്നുമില്ലല്ലോ, മാസികകളാണ് ഉള്ളത്, അതിലൊക്കെ എഴുതി വന്നിട്ടുണ്ട്. പവർ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്, നടി പറഞ്ഞു. നടന്മാരൊന്നും എന്നോട് മോശമായി പെരുമാറിയിട്ടില്ല, ഞാൻ പ്രതികരിക്കുന്ന ആളായതുകൊണ്ടാവാം. പക്ഷേ എൻ്റെ സഹപ്രവർത്തകർ ഒരുപാട് പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട് മോശമായി അവരോട് പെരുമാറിയിട്ടുണ്ട്. ഹോട്ടലിൽ വന്ന് താമസത്തിന് ശേഷം ഇത്തരം ആവശ്യങ്ങൾ നടത്തി കൊടുത്തില്ലെങ്കിൽ പിറ്റേ ദിവസം പറഞ്ഞു വിട്ടതായി എൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇത് 2 ദിവസം കഴിഞ്ഞാൽ മുങ്ങിപ്പോവുകയാണ് പതിവ്. ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ദയവായി ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, മാതൃകയായിരിക്കണം. ഇനിയുള്ള തലമുറയെങ്കിലും നല്ല രീതിയിൽ പോകണം. ഇതൊരു തൊഴിലിടമല്ലേ, നമുക്ക് സുരക്ഷ വേണം, തൊഴിലിടം വേണം. വേറെ വരുമാന മാർഗ്ഗങ്ങളില്ലാത്ത ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ ഇതൊരു ഫാഷനായി എടുക്കുന്നവരുമുണ്ട്. അവർക്കിവിടെ സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സംവിധാനം സർക്കാർ ദയവായി ചെയ്യണം, വെറുതെ വിടരുത്, ഉഷ മാധ്യമങ്ങളോട് പറഞ്ഞു. ഉഷയൊക്കെ ഒരുപാട് വിലക്കുകൾ നേരിട്ടിട്ടുള്ള നടിയാണ്. ഒരുപാട് സിനിമകളിൽ നിന്ന് അവരെ കട്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിയൊക്കെ ഒരുപാട് സിനിമകളിൽ നിന്ന് ഉഷയെ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉഷ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെന്തോ മമ്മൂട്ടി പറഞ്ഞ് കേൾക്കാത്തത് കൊണ്ട് എന്തോ ഒരു സംവിധായകനുമായിട്ടുള്ള കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമയുടെ സംവിധായകനെ വിവാഹം കഴിക്കുന്നതിന് മമ്മൂട്ടി എതിരായിരുന്നു. അത് കേൾക്കാതെ ഒരു വിവാഹം കഴിച്ചതിൻ്റെ പിണക്കത്തിൽ പല പടങ്ങളിൽ നിന്ന് മമ്മൂട്ടിയുടെ പടങ്ങളിൽ നിന്നൊക്കെ ഇവരെ കട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. മേനകയുടെ കാര്യത്തിലും മമ്മൂട്ടി ഇതുപോലെ ഇടപെട്ടിട്ടുണ്ട്. സുരേഷ് കുമാറുമായിട്ടുള്ള കല്യാണത്തിന് മമ്മൂട്ടി എതിരായിരുന്നു. മമ്മൂട്ടി അവനെ കല്യാണം കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞു ഇവരോട് പറഞ്ഞിട്ട് മേനകയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവർ കല്യാണം കഴിച്ചു, സുഖമായിട്ട് ജീവിക്കും. ഇത് തമ്മിൽ പിണങ്ങിയോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ. പക്ഷേ മേനക തന്നെ പറഞ്ഞ കാര്യമാണ് മമ്മൂട്ടി സുരേഷ് ചേട്ടനെ കല്യാണം കഴിക്കരുതെന്ന് പറഞ്ഞിരുന്നു എന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ, വിളിച്ചു നീട്ടുന്നില്ല. ടാറ്റ.